ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അതിനായി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് അത് വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. ചെറുതായി തന്നെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഒരു റെഡിഷ് ബ്രൗൺ കളറായി പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അത് വീഡിയോയിൽ കാണുന്ന ആ ഒരു പരുവായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നതാണ്. അത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നന്നായി തന്നെ മൂക്കണം. അത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു 5 പച്ചമുളക് കീറിയതാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 100 ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി തന്നെ വഴറ്റിയെടുക്കുക. അത് വീഡിയോയിൽ കാണുന്ന ഒരു പരുവായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സബോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തത് നന്നായി തന്നെ ഇളക്കുക. നമ്മളിട്ട് മൂപ്പിച്ച കടുകും വെളുത്തുള്ളിയും എല്ലാം നന്നായി തന്നെ അതുമായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സബോള ഒന്ന് വാടാനായി മാത്രം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മൂടി വെച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് ഈ ഒരു പരുവായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 നന്നായി പഴുത്ത തക്കാളി, 2 മീഡിയം സൈസാണ്, നന്നായി പഴുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഗ്രേവി അതിലേക്കായി മൂടി കൊടുക്കുക. അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അത് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി ഉടച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അത് നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനുശേഷം നമുക്കൊരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി മൂപ്പിച്ചെടുക്കുക. ഗ്രേവി എല്ലാം നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കനും ഗ്രേവിയും എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായി തന്നെ ഇളക്കിയെടുക്കണം. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില ഇടാവുന്നതാണ്. കറിവേപ്പില ഇട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി വീട്ടിൽ പൊടിപ്പിച്ചെടുത്തതാണ്. ഒരു 3/4 ടീസ്പൂൺ മസാലക്കൂട്ട്, സൂപ്പർ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.